ഹായ് ഓൾ എല്ലാവർക്കും ആർജോളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ഫെബ്രുവരി മാസം ഒരു സിനിമ പ്രേമിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സിനിമ ഭ്രാന്തരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആകാംക്ഷ നിറഞ്ഞ ഒരു മന്താണ്. കാരണം ഫെബ്രുവരി തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞെങ്കിലും ഇനി അങ്ങോട്ട് ഒരു സിനിമ പ്രേമിയെ കാത്തിരിക്കുന്നത് റിലീസുകളുടെ ഒരു ചാകര തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ വരുന്ന ഫെബ്രുവരി 9 തൊട്ട് ആ ഒരു റിലീസിങ്ങുകൾ തുടങ്ങുകയാണ്. ഫെബ്രുവരി 9 നമ്മുടെ ടൊവിനോ നായകനാകുന്ന ഒരു കുറ്റാന്വേഷണ സിനിമ റിലീസാവുന്നുണ്ട്. അന്വേഷിപ്പിൻ കണ്ടെത്തുക എന്നാണ് സിനിമയുടെ പേര്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഡാർവിൻ കുര്യാക്കോസ് ആണ്. അപ്പോൾ ആ ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും തോന്നിയത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കുറ്റാന്വേഷണ കഥയായിരിക്കും സിനിമ എന്നാണ്. തീർച്ചയായിട്ടും ആ ഒരു ട്രെയിലറിനകത്ത് മറ്റൊരു വാവ് ഫാക്ടറും എനിക്ക് കണ്ടെത്താനായിട്ടില്ല. പക്ഷേ സിനിമയിൽ ആ ഒരു വാവ് ഫാക്ടർ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നീട് ഫെബ്രുവരി 9 റിലീസാകാൻ പോകുന്നത് പ്രേമലു എന്ന് പറയുന്ന സിനിമയാണ്. സിനിമയിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ നസ്ലിൻ, അതേ കണക്ക് മമിത ബൈജു ഒക്കെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഗിരീഷ് ഏടിയാണ്. അദ്ദേഹം തന്നെയാണ് ഈ ഒരു സിനിമയുടെ റൈറ്ററും. അപ്പോൾ അദ്ദേഹത്തിന്റെ മുൻപത്തെ സിനിമകൾ സൂപ്പർ ശരണ്യ, അതേപോലെ തന്നെ തണ്ണീർമത്തൻ ദിനങ്ങൾ ഒരു എന്റർടൈനർ എന്ന രീതിയിലും അതേ കണക്ക് യുവാക്കളെ തിയേറ്ററിലേക്ക് ആകർഷിച്ചു എന്ന രീതിയിലും സിനിമ തിയേറ്ററുകളിൽ ഹിറ്റ് ആയിരുന്നു ആ രണ്ട് സിനിമകളും. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമയും പ്രേമലു എന്ന സിനിമയും മെയിൻലി യുവാക്കളെ ഉന്നം വെച്ചിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടതിന് ശേഷം തോന്നിയത്. എന്തായാലും ലവും ട്രയാങ്കിൾ ലവും സംഭവങ്ങളും ഫ്രണ്ട്ഷിപ്പും ഒക്കെ തന്നെയായിരിക്കും ഈ ഒരു സിനിമയുടെ കണ്ടന്റ് എന്നാണ് എനിക്ക് ട്രെയിലർ കണ്ടതിന് ശേഷം മനസ്സിലായിട്ടുള്ളത്. എന്തായാലും ഒരു ഫൺ റൈഡ് തന്നെയായിരിക്കും സിനിമ എന്നാണ് പ്രതീക്ഷ. 9 റിലീസാകുന്ന മറ്റൊരു വലിയ ഒരു റിലീസാണ് നമ്മുടെ ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്ത് രജനീകാന്ത് ഗസ്റ്റ് റോളിൽ വരുന്നുണ്ട് എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടതിന് ശേഷം തോന്നുന്നത് അദ്ദേഹം തന്നെയാണ് ഈ ഒരു സിനിമയുടെ ലീഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു സിനിമയും ലാൽസലം എന്നൊരു പടവും കൂടി 9 റിലീസ് ആകുന്നുണ്ട്. എന്തായാലും ഒരു രജനീകാന്ത് പടത്തിന് കിട്ടേണ്ടത്ര ഹൈപ്പ് ഒന്നും ആ ഒരു പടത്തിന് ആരും കൊടുത്തതായിട്ടും കാണുന്നില്ല. എന്തായാലും അതിന്റെ ആ ഒരു ഭാവി എന്താണെന്ന് കണ്ടു തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ആ ഒരു ട്രെയിലർ എന്തായാലും എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. ക്രിക്കറ്റ് ആണ് ഈ ഒരു സിനിമയുടെ മെയിൻ ആയിട്ട് വരുന്ന ഒരു കണ്ടന്റ് ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും സിനിമയ്ക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. പിന്നീട് റിലീസ് വരുന്നത് ഫെബ്രുവരി 15, 16 തീയതികളിലാണ്. 15ഓ 16ഓ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് 22 ഈ 3 ഡേറ്റ്സിൽ ഒരു ഡേറ്റ് ആയിരിക്കും മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ റിലീസ് ആകാനായിട്ട് പോകുന്നത്. സിനിമയ്ക്ക് ഇപ്പൊ തന്നെ നല്ലൊരു രീതിയിലുള്ള ഒരു ഹൈപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. കാരണം നമ്മുടെ മ്യൂസിക് ഡയറക്ടർ സുഷിൻ ശ്യാം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സിനിമ മലയാളം ഇൻഡസ്ട്രിയുടെ തന്നെ തലവര മാറ്റും എന്നാണ് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഊന്നിക്കൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് അന്യായ ലെവൽ ഹൈപ്പാണ് ഇപ്പം രൂപപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു സിനിമയുടെ സംവിധാനം ചെയ്തിരിക്കുന്നത് ചിദംബരമാണ്. അദ്ദേഹം മുമ്പ് ചെയ്ത സിനിമ നമ്മുടെ ബേസിൽ നായകനായിട്ട് എത്തിയ ജാനേമാൻ എന്ന സിനിമയാണ്. ശ്രീനാഥ് ബാസി, സൗബിൻ തുടങ്ങി വലിയൊരു താരനിര തന്നെ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് നമ്മുടെ സുഷിൻ ശ്യാം തന്നെയാണ്. അദ്ദേഹം ഈ ഒരു സിനിമയ്ക്കായിട്ട് പുതിയൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കി കമ്പോസ് ചെയ്തു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു കിടിലൻ എക്സ്പീരിയൻസ്, തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു സിനിമയിൽ നിന്ന് എന്തായാലും പ്രതീക്ഷിക്കുന്നത്. ഫെബ്രുവരി 15ഓ 16ഓ അല്ലെങ്കിൽ 22ഓ ആയിരിക്കും ഈ ഒരു സിനിമയുടെ റിലീസ്. ഈ അടുത്ത് തന്നെ സിനിമയുടെ ട്രെയിലറും റിലീസ് ആകുന്നതായിരിക്കും. അപ്പൊ എന്തായാലും അടുത്ത് നമ്മുടെ മലയാള ഇൻഡസ്ട്രി മൊത്തം കാത്തിരിക്കുന്ന ഒരു റിലീസാണ് ഫെബ്രുവരി 15 നമ്മുടെ മമ്മൂക്കയുടെ ഭ്രമയുഗം, രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന സിനിമ. ഓക്കെ, ഭൂതകാലം എന്ന സിനിമയ്ക്ക് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഭ്രമയുഗം. തീർച്ചയായിട്ടും ഈ ഒരു സിനിമ വരാൻ പോകുന്നത് ഒരു കംപ്ലീറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ പുറത്തുവിട്ടിട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാൽ കൂടി പല റൂമേഴ്സും അതിനെ സംബന്ധിച്ച് പിന്നെയും വരുന്നുണ്ട്. കാരണം ഈ ഒരു സിനിമ ക്ലൈമാക്സ് വരെ ബ്ലാക്ക് ആൻഡ് വൈറ്റും ക്ലൈമാക്സ് കളറിലുമാണ് വരാൻ പോകുന്നത്. അത്തരത്തിലുള്ള കുറെ ന്യൂസുകളും വരുന്നുണ്ട്. അതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ഈ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും ഒഫീഷ്യലായിട്ട് വന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സിനിമ കംപ്ലീറ്റ് ആയിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാണ്. എന്തായാലും അത്തരത്തിലൊരു എക്സ്പീരിയൻസ് ആദ്യമായിട്ട് അനുഭവിച്ചറിയാനായിട്ട് എന്തായാലും ഘട്ട വെയിറ്റിംഗ് ആണ്. തീർച്ചയായിട്ടും ഫെബ്രുവരി 15 മമ്മൂക്കയുടെ മറ്റൊരു ലെവൽ ഓഫ് ആക്ടിങ് നമുക്ക് തിയേറ്ററിൽ കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മമ്മൂക്കയ്ക്കൊപ്പം പ്രധാന റോളിൽ നമ്മുടെ അർജുൻ അശോകൻ, അതേപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതനൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ഡിഫറെന്റ് ലെവൽ ഓഫ് എക്സ്പീരിയൻസ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മമ്മൂക്കയുടെ വില്ലൻ ക്യാരക്ടർ ആണോ എന്താണെന്നൊക്കെ അറിയാനായിട്ട് തീർച്ചയായിട്ടും പ്രമേഹത്തിന്റെ ഒരു ട്രെയിലർ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനകത്തുനിന്ന് ഒരു വ്യക്തത ഉണ്ടാകും. എന്തായാലും ഘട്ട വെയിറ്റിംഗ് ഫോർ പ്രമേഹം. വളരെയധികം എക്സൈറ്റഡ് ആണ്. പ്രമേഹം എന്ന സിനിമ തിയേറ്ററിൽ കാണാനായിട്ട് വളരെയധികം എക്സൈറ്റഡ് ആണ്. എന്തായാലും അടുത്ത റിലീസ് ഫെബ്രുവരി 22 ഇതുവരെ ഡേറ്റ് കൺഫേംഡ് ആയിട്ടില്ല. തങ്കമണി, നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപേട്ടന്റെ തങ്കമണി ദ ബ്ലീഡിംഗ് വില്ലേജ് എന്ന ആ ഒരു സിനിമ റിലീസ് ആകും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഫെബ്രുവരി മാസമോ മാർച്ച് ഫസ്റ്റ് വീക്കോ തള്ളി വയ്ക്കുകയാണെങ്കിൽ മാർച്ച് ഫസ്റ്റ് വീക്ക്, അല്ലെങ്കിൽ എന്തായാലും ഫെബ്രുവരി മാസം തന്നെ റിലീസ് ആകും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും സിനിമയുടെ ടീസർ കണ്ടിടത്തോളം എനിക്ക് ഒരു വാവ് ഫാക്ടർ ആ ഒരു ടീസറിൽ നിന്ന് ലഭിച്ചിട്ടില്ല. കാരണം അതിന്റെ എഡിറ്റ് കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല. ഒരു റിവഞ്ച് സ്റ്റോറി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. പക്ഷെ എന്തോ ആ ഒരു ടീസറിൽ നിന്ന് വലിയൊരു വാവ് ഫാക്ടർ എന്തായാലും എനിക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് ട്രെയിലർ നല്ലൊരു ഗംഭീര രീതിയിൽ തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്
ഗംഭീര സാധനമാണ്. തങ്കമണി സംഭവം എന്ന സംഭവത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു സിനിമ വന്നിരിക്കുന്നത്. ആ ഒരു പ്ലോട്ടിൽ ഗംഭീരമായിട്ടുള്ള ഒരു മേക്കിങ്ങും അതേപോലെ തന്നെ ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസും ദിലീപേട്ടന്റെ ഭാഗത്തു നിന്നും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു സർപ്രൈസ് ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കും സിനിമ എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. എന്തായാലും കട്ട വെയിറ്റിംഗ് ഫോർ തങ്കമണി. അതുകൂടാതെ തലവൻ എന്ന സിനിമ ബിജു മേനോനും ആസിഫ് അലിയും കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്ന സിനിമയാണ്. സിനിമയുടെ ടീസർ ഈയിടയ്ക്ക് ഇറങ്ങിയിരുന്നു. എനിക്ക് നല്ല രീതിയിൽ ആ ഒരു ടീസർ ഇഷ്ടപ്പെട്ടു. ഒരു ക്വാളിറ്റി സ്റ്റഫ് ആണെന്നൊരു തോന്നൽ ആ ഒരു ടീസർ കാണുമ്പോഴത്തേക്കും തോന്നിക്കുന്നുണ്ട്. എന്തായാലും രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷോ സംഭവങ്ങളോ ഒക്കെയാണ് സിനിമയുടെ ഒരു കണ്ടന്റ് ആയിട്ട് വരുന്നതെന്നാണ് തോന്നുന്നത് ആ ഒരു ടീസർ കണ്ടതിന് ശേഷം. എന്തായാലും ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് തലവൻ. അപ്പൊ എന്തായാലും സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ജിസ് ജോയ് ആണ്. ഈ പറഞ്ഞ സിനിമകളുടെ എല്ലാം തന്നെ ഒരു ബിഒ വെർഡിക്റ്റ് അല്ലെങ്കിൽ ബോക്സ് ഓഫീസ് പെർഫോമൻസ് എങ്ങനെ ആയിരിക്കും എന്ന് അറിയാനായിട്ട് നല്ല ഒരു ആകാംക്ഷ ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പടങ്ങളെല്ലാം ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ഇടവിട്ടാണ് ഇറക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും ഈ പടങ്ങളെല്ലാം എങ്ങനെയാണ് ജനങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത്? എല്ലാ റിലീസും കൂടെ കൊണ്ടുവന്ന് ഫെബ്രുവരി ഒരു മാസമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു ഈ ഒരു മാസം തന്നെ റിലീസ് കൊണ്ട് വച്ചിരിക്കുന്നത്. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നോമ്പൊക്കെ ആകുന്നതുകൊണ്ടായിരിക്കാം എല്ലാ പടവും അതിനു മുമ്പ് റിലീസ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പൊ എന്തായാലും ഒരു സിനിമാ പ്രേമി എന്ന നിലയ്ക്ക് സിനിമകൾ നല്ല സിനിമ പോയി തിയേറ്ററിൽ ആസ്വദിക്കാനായിട്ട് സാധിക്കണം. എന്തായാലും ഈ പറഞ്ഞ പടങ്ങളെല്ലാം തന്നെ ഒന്നിനൊന്ന് ആകാംക്ഷ ജനിപ്പിക്കുന്ന സിനിമകൾ തന്നെയാണ്. അപ്പൊ എന്തായാലും നല്ല സിനിമകൾക്കായിട്ടുള്ള കാത്തിരിപ്പ് തുടരുന്നു.